അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വലിൽ അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന തുടക്കം കുറിച്ചിട്ടുള്ള സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത് സീസൺ 22ാമത് എപ്പിസോഡിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് നമുക്ക് തുടക്കം കുറിക്കാം. ഹത്താ ഗദത് മില്ലത്തുൽ ഇസ്ലാമി വഹിയ ബിഹിം മിൻ ബഅദി ഗുർബതിഹാ മൗസൂലത്തർ റഹിമി മക്ഫൂലതൻ അബദം മിൻഹും ബിഖൈരി അബി വഖൈരി ബഅലിൻ ഫലം തൈതം വലം തഇമി ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റആ മിൻഹുമു ഫീ കുല്ലി മുസ്തദമി ഫാസൽ ഹുനൈനം ബസൽ ബദ്റം ബസൽ ഉഹുദാ ഫുസൂല ഹത്ഫിൻ ലഹും അദ്ഹാ മിനൽ വഖമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മഹാന്മാരായിരിക്കുന്ന ധീരന്മാരായിരിക്കുന്ന സ്വഹാബത്തിലൂടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറി കുടുംബബന്ധം ചേർക്കപ്പെട്ട് ശക്തവും വക്തവുമായി. പരിശുദ്ധമായ മക്കയിലെ പീഡനങ്ങളായിരുന്നില്ല മദീനയിൽ. ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥ ഉണ്ടായില്ല. 13 വർഷം അനുഭവിച്ച വേദനകൾ, യാതനകൾ ഒക്കെ മാറി പരിശുദ്ധ മദീനയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഏറ്റവും ധൈര്യമുള്ളവരായി ആരുടെ മുമ്പിലും യോദ്ധാവായി നിന്ന് ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാനടാ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. മക്ഫൂലതൻ അബദം മിൻഹും ബിഖൈരി അബി വഖൈരി ബഅലിൻ ഫലം തൈതം വലം തഇമി. മഹാന്മാരായിരിക്കുന്ന ധീരന്മാരായിരിക്കുന്ന സ്വഹാബാക്കൾ കാരണം വിശുദ്ധ ദീൻ ഉത്തരവാദിത്തമുള്ള പിതാവിനാലും ഭർത്താവിനാലും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിച്ച് സുരക്ഷിതമായി. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഫലം തൈത്തം വലം തഇമി. പിന്നീട് അനാഥത്വം അവരെ പിടികൂടിയില്ല, വൈദവ്യമോ അവരെ ബാധിച്ചില്ല. ഇതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് ദീനിനെ രക്ഷപ്പെടുത്തി എതിരാളികളുടെ വേരറുത്ത് പിഴുതെറിയാൻ പാകത്തിൽ യുദ്ധതന്ത്രം നേടി എല്ലാവിധ സെറ്റപ്പോടുകൂടെയായിരുന്നു മഹാന്മാരായിരിക്കുന്ന സഹാബികൾ. അവർ ഇത്രമേൽ ധൈര്യവാന്മാരായി മാറിയത് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാതെ, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയം അവർക്കുണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് മുമ്പിൽ ഭൗതിക ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നതായിരുന്നു അതിനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഭൗതിക ലക്ഷ്യങ്ങളില്ലാത്തതുകൊണ്ട് അള്ളാഹുവിൽ സർവസ്വവും സമർപ്പിച്ചു. അവർ മുന്നേറിയപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ലഭിച്ചു. കാരണം അവർ കൊതിച്ചതും റബ്ബിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കൊതിച്ച് അവർ മുന്നേറി തുടങ്ങി. അപ്പോൾ അള്ളാഹു അവൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവരായിരുന്നു ആ മഹാരഥന്മാർ. ആ ധീരന്മാരുടെ ചെറുത്തുനിൽപ്പുകൾ, അവരുടെ പോരാട്ടങ്ങൾ
ഇതെല്ലാം കൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കരകയറി തുടങ്ങി. അങ്ങനെ വിശാലമായി മദീനയുടെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും വിട്ട് ഒരുപാട് ദൂരങ്ങളിലേക്ക് ഇസ്ലാം എത്തി എന്നർത്ഥം. ആർക്കും സ്വതന്ത്രമായി പാത്തും പതുങ്ങിയും വന്നിരുന്ന ദീനുൽ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആളുകൾ അതിൽ നിന്നൊക്കെ മാറി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശ്വസിക്കുന്നവർക്ക് സ്വതന്ത്രമായിട്ട് കടന്നു വരാൻ അവസരമുണ്ടായി. ദീനിലേക്ക് വന്നവർ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയരാകാത്ത വിധം സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. മഹാന്മാരായിരിക്കുന്ന സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ. ഇത് ഒക്കെ അവർക്ക് നേടിയത്, ഈ ഒരു ഉന്നത വിജയത്തിൽ അവർക്ക് നേടാൻ കഴിഞ്ഞത്, ഭയമില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ ദീനുൽ ഇസ്ലാം പുൽകാൻ മറ്റുള്ളവർക്ക് അവസരമുണ്ടായത് അവരുടെ ശക്തി ആത്മീയതയായിരുന്നു എന്നാണ്. ആത്മീയ ശക്തി കൊണ്ട് മാത്രമാണ് ഈ ഉന്നത നിലവാരത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എത്താൻ കഴിഞ്ഞത്. നമുക്കറിയാം, മദീനയിലെ 2 പ്രധാനപ്പെട്ട ഗോത്രങ്ങളായിരുന്നു ഔസ്, ഖസ്റജ് ഗോത്രക്കാർ. കുടിപ്പകയുടെ പേരിൽ നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തവരായിരുന്നു അവർ. തലമുറകളോളം യുദ്ധം ചെയ്തവർ. അവരെ അല്ലാഹു തആല മിത്രങ്ങളാക്കി എന്നാണ്, പരസ്പരം സഹോദരങ്ങളാക്കി മാറ്റി. ഇതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാനിൽ തന്നെ പറയുന്നുണ്ട്. 103-ാമത്തെ സൂറത്ത് ആലി ഇമ്രാനിൻ്റെ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. വലാ തഫറഖൂ, നിങ്ങൾ ഛിന്ന ഭിന്നമാകാൻ പാടില്ല, നിങ്ങൾ വിട്ടുപിരിയാൻ പാടില്ല. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായി കടിച്ചു കീറിയിരുന്ന ആളുകളായിരുന്നു. ആ നിലയിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിഅമത്ത് ഒന്നുകൊണ്ട് മാത്രം ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു തആല കൂട്ടിയിണക്കി. അങ്ങനെ ആ സമയം അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നിങ്ങൾ ഓർത്തേ പറ്റൂ. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, റബ്ബ് തആല നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കാരുണ്യം ഇട്ടു തന്നപ്പോൾ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായിട്ട് മാറി. സത്യത്തിൽ തീക്കുണ്ടാരത്തിൻ്റെ വക്കിലായിരുന്നു നിങ്ങൾ. അതിൽ നിന്ന് റബ്ബ് തആലയാണ് ദീനുൽ ഇസ്ലാമിലൂടെ നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആഴ്ചകളോളം, മാസങ്ങളോളം, നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന അനേകം ഗോത്രങ്ങളെ, അനേകം കബീലകളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിൽ നിന്നെല്ലാം മാറ്റി ഇസ്ലാമാകുന്നതോടുകൂടെ അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കി, അവരെ പരസ്പരം സഹോദരങ്ങളെപ്പോലെയാക്കി എന്നതാണ്. പരസ്പരം പോരാടിയിരുന്ന ഒരുപാട് ഗോത്രങ്ങൾ അറേബ്യയുടെ മണ്ണിലുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അവരൊക്കെ സാഹോദര്യം കൊണ്ട്, ദീനുൽ ഇസ്ലാം സാഹോദര്യം കൊണ്ട് കൂട്ടിയിണക്കി പരസ്പരം സഹോദരന്മാരാക്കി എന്നാണ്. മഹാനായ ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതുപോലെ അങ്ങനെ അവർ പേടിച്ച് കൊണ്ട് ദീനുൽ ഇസ്ലാം സ്വീകരിച്ചിരുന്ന, അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ഇഷ്ടം പോലെ, അഥവാ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് പിന്നെ ഭയമുണ്ടായിരുന്നില്ല. മാത്രമല്ല സംരക്ഷണമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സംരക്ഷണം നൽകിയെന്നാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ലഭിച്ചവർ അവർക്ക് പിന്നെ അനാഥത്വത്തിൻ്റെയോ വൈദവ്യത്തിൻ്റെയോ ദുഃഖങ്ങളറിഞ്ഞില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവരെല്ലാവരെയും ഏറ്റെടുത്തു. അനാഥരെയും വിധവകളെയും അവിടുന്ന് ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചു. തൻ്റെ മഹാന്മാരായ ശിഷ്യന്മാരോട് സമൂഹത്തെ പഠിപ്പിച്ചു. വിധവകളെയും അനാഥകളെയും സംരക്ഷിക്കണം, അതിൻ്റെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് വിധവകളെയും അനാഥകളെയും തൻ്റെ അനുചരന്മാർ എല്ലാവരെയും ഏറ്റെടുത്ത്
അവരെ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ അവരുടെ പിതാക്കന്മാരെ, ഭർത്താക്കന്മാരുടെ വിഷമം അവർക്ക് ഇല്ലാതെയാക്കി അവരെ വളർത്തിക്കൊണ്ടുവന്നു. എന്തുകൊണ്ട്? യുദ്ധങ്ങളിൽ ഒരുപാട് പിതാക്കന്മാരും ഭർത്താക്കന്മാരും മരണപ്പെട്ടു പോയതിൻ്റെ പേരിൽ, ഷഹീദായി പോയതിൻ്റെ പേരിൽ അവരുടെ കുടുംബങ്ങൾ വേദനകൾ അനുഭവിക്കാൻ പാടില്ല എന്നതായിരുന്നു പ്രവാചക പ്രഭു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർബന്ധം. അങ്ങനെയാക്കി. അതുകൊണ്ട് പിന്നെ അവർക്ക് അതിൻ്റേതായിരിക്കുന്ന വിഷമം ഉണ്ടായിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ടത് ചെയ്യാൻ മഹാന്മാരായിരിക്കുന്ന സഹാബത്തിന് നിർദ്ദേശം കൊടുത്തു. ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റആ മിൻഹുമു ഫീ കുല്ലി മുസ്തദമീം. മഹാന്മാരായിരിക്കുന്ന സഹാബത്തിനെ കുറിച്ച് പറയുന്നത് സഹാബികളുടെ സൈന്യം പർവ്വതങ്ങളായിരുന്നു എന്നാണ്. ആ മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാം പർവ്വതങ്ങളായിരുന്നു, പർവ്വതങ്ങൾക്ക് തുല്യമായിരുന്നു. അത്രമേൽ ശക്തന്മാരായിരുന്നു അവർ. സംശയമുണ്ടെങ്കിൽ അനുഭവിച്ച എതിരാളികളോട് ചോദിച്ചു നോക്കൂ, അവർ പറയട്ടെ. ഓരോ പോരാട്ടവേദിയിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കർമ്മഭടന്മാർ കാഴ്ചവെച്ച അഭ്യാസ പ്രകടനങ്ങൾ എന്തിനായിരുന്നുവെന്ന് അവർ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് വേണമെങ്കിൽ അവരുടെ എതിരാളികൾ ബദറിലും ഉഹദിലും ഹുനൈനിലും അവർക്ക് നേരിട്ട എതിരാളികളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും തൻ്റെ എതിരാളികളായ സഹാബത്ത് എങ്ങനെയുണ്ടായിരുന്നുവെന്ന്. അതിനെക്കുറിച്ചാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാ റആ മിൻഹുമു ഫീ കുല്ലി മുസ്തദമീം. മഹാന്മാരായിരിക്കുന്ന സഹാബി യോദ്ധാക്കൾ പ്രതിരോധത്തിൻ്റെ മലകളാണവർ. സർവം തരിപ്പണമായ ആ രണാങ്കണത്തിൽ തങ്ങൾ എന്ത് ദർശിച്ചുവെന്ന് ശത്രുക്കളോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അതിൻ്റെ കാര്യം അവർ പറഞ്ഞു തരും. എത്ര വലിയ മല്ലന്മാരായിരുന്നു, എത്ര വലിയ ധീരയോദ്ധാക്കളായിരുന്നു മുസ്ലിം സൈന്യം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. വീണ്ടും പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു, ഫസൽ ഹുനൈനം വസൽ ബദ്റം വസൽ ഉഹുദാ ഫുസൂല ഹത്ഫിൻ ലഹും അദ്ഹാമിനൽ വഖമീം. ബദറിനോടും ഉഹദിനോടും ഹുനൈനോടും ചോദിക്കുക. അങ്ങനെ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ ഓരോ വേളകളിലും കുഫാർ അനുഭവിച്ച നാശങ്ങൾ പ്ലേഗിനേക്കാൾ മഹാമാരകമായിരുന്നു എന്ന് അനുഭവിച്ച ബദറും ഉഹദും ഹുനൈനും നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നർത്ഥം. അതാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ബദർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ആദ്യ യുദ്ധമാകുന്നു. മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാം ശത്രുക്കൾക്കെതിരെ ശക്തമായ പ്രതിരോധ ഭിത്തികൾ ഉയർത്തി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതുന്ന വിശ്വാസികളെ പരിശുദ്ധ ഖുർആൻ ഉപമിക്കുന്നത് തന്നെ സുഭദ്രമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തോടാണ്. ഖുർആൻ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് ആ ഒരു ഉപമയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഇവിടെ കൊണ്ടുവന്നത്. എന്നല്ല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും ഇതേ ആശയം, ഖുർആനിൻ്റെ ഈ ആശയം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കെട്ടിടത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പരസ്പരം ബലം കൊടുക്കുന്നത് പോലെയാണ് ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞ് പരസ്പരം തൻ്റെ കൈകൾ തമ്മിൽ കോർത്തു എന്നാണ്. ഇതിന് സമാനമായി പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തിന് സമാനമായിട്ടാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്യോന്യം ദൃഢമായി ചേർക്കപ്പെട്ട മഹാന്മാരായിരിക്കുന്ന സഹാബികൾ രണാങ്കണങ്ങളിൽ പർവ്വത സമാനം ഉറച്ചു നിന്നു എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ അർത്ഥങ്ങളിലെല്ലാം ആകുന്നു പറയുന്നത് എന്നർത്ഥം. മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റും പർവ്വതം കണക്കെ ആണ് അവർ കാവൽ നിന്നത്. തങ്ങൾക്ക് ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ തങ്ങൾക്ക് നേരെ വന്ന, തങ്ങളുടെ നെഞ്ചിന് നേരെ നിന്ന, തങ്ങളുടെ പൂമേനിക്ക് നേരെ വന്ന അമ്പുകളും അതുപോലെ തന്നെ മറ്റും അവർ തൻ്റെ നെഞ്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖം കൊണ്ട്, കണ്ണുകൊണ്ട്, കയ്യുകൊണ്ട് തടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ചവരാണ് മഹാന്മാരായിരിക്കുന്ന സഹാബാക്കൾ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ, ശത്രുക്കളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആൻസർ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നതാണ് കവി ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നത്. ഇത് വളരെ ഒരു അത്ഭുതമാണ് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാന്മാരായിരിക്കുന്ന സഹാബത്തിൻ്റെ ഈ ഗുണങ്ങൾ ശത്രുക്കൾക്ക് വളരെ അത്ഭുതമായിരുന്നു എന്നാണ്. തങ്ങൾക്കെന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു കാലിൽ മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾക്കിഷ്ടമില്ല, ഞങ്ങളുടെ ജീവൻ എടുത്താലും കൊലക്കയറിൽ നിന്നുകൊണ്ട് പറഞ്ഞ മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാമാണ്. ഇത് മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാമിൻ്റെ ഈ ഒരു ധൈര്യം, അല്ലെങ്കിൽ പ്രവാചകരോടുള്ള ഈ ഒരു സ്നേഹം, മഹബത്ത്, ഇത് ശത്രുക്കളെ അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നർത്ഥം. പിൽക്കാല ധർമ്മഭടന്മാരും പിന്നീട് ദീനുൽ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ കഴിഞ്ഞു പോയപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളിലും ഇങ്ങനെ അവർ ഉറച്ചു നിന്നവരായിരുന്നു രണാങ്കണത്തിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അചഞ്ചലമായിരിക്കുന്ന ദൈവവിശ്വാസവും അള്ളാഹുവിൻ്റെ സഹായത്തിലുള്ള പ്രതീക്ഷയും അവർ ഈ ഭൗതികതയേക്കാൾ ആഖിറത്തിലുള്ള ഉഖ്റവിയായിരിക്കുന്ന ജീവിതം അവർ കൊതിച്ചവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉഖ്റവിയായിരിക്കുന്ന ജീവിതം ദുനിയാവ് നശ്വരമാണെന്നും യഥാർത്ഥ ജീവിതം അനശ്വരമായിരിക്കുന്ന ആഖിറത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതും എന്ന് മനസ്സിലാക്കിയ മഹാന്മാരായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ അവർ ജീവിക്കുന്നതിനേക്കാൾ, ഈ ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാൾ അവർ ജീവിതം ആഗ്രഹിക്കുന്നതും ആഖിറത്തിലാകുന്നു. അതുകൊണ്ട് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നർത്ഥം. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എത്രത്തോളം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്നവരാണ് ഇസ്ലാമിൻ്റെ പോരാളികൾ എന്ന്. അതുകൊണ്ട് അവർക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല എന്നർത്ഥം. അഥവാ എതിരാളികൾ, ശത്രുക്കൾ അവരെത്രത്തോളം ഈ ദുനിയാവിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അത്രത്തോളം മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അഥവാ ഷഹാദത്ത് രക്തസാക്ഷിത്വം ആഗ്രഹിക്കുന്നവരാണ് മഹാന്മാരായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ പോരാളികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത്. അതുകൊണ്ട് അവർക്ക് ഒന്നും പിന്തിലേക്ക് നോക്കേണ്ട അവസ്ഥയില്ല. ഏത് വലിയ ശത്രുവിൻ്റെ മുമ്പിലും നിർഭയരായി നിലയുറപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ ശത്രുക്കൾക്ക് ഇസ്ലാമുമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളിൽ ശത്രുക്കൾ എന്തു ദർശിച്ചുവെന്ന് അവരോട് ചോദിക്കുക എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഏതൊരു ജനസമൂഹവും സ്വന്തം തിരിച്ചറിയുന്നത് ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ എന്തു സംഭവിച്ചുവെന്ന് അന്വേഷിക്കുന്നവർക്ക് ഇസ്ലാമിൻ്റെ ഈ വിജയങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നർത്ഥം. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു അതുപോലെ തന്നെയാണ് ഹുനൈനെയും ബദറിനെയും ഉഹദിനോടും നിങ്ങൾ ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധമായ മദീനയിൽ നിന്ന് 3 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഉഹദ് എന്ന് പറയുന്നത്. ഹിജ്റ 3-ാം വർഷത്തിലാണ് ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ ഉഹദിൽ ഏറ്റുമുട്ടിയത്. ആദ്യ വിജയം ഈ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലുർ റുമാത്ത് പർവ്വതത്തിൻ്റെ മുകളിൽ അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 ആളുകളെ കാവൽ നിർത്തിയിരുന്നു. പക്ഷേ അവർ ആദ്യഘട്ടത്തിൽ യുദ്ധം വിജയിച്ചു എന്ന് കണ്ടപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടതായിരുന്നു പിന്നീട് പരാജയപ്പെടാൻ ഉണ്ടായ കാരണം. അപ്പോൾ ശത്രുക്കൾ മല കയറി വരികയും
മുസ്ലിങ്ങളെ നേരിടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ യുദ്ധങ്ങളിൽ ഏറ്റവും പ്രയാസകരമായ യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പല്ലിന് പരിക്ക് പറ്റി. മുസ്ലിങ്ങൾക്കായിരുന്നു ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തോൽവി. അതിനുശേഷം ഇക്കാര്യം അല്ലാഹു തആല തന്നെ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അവരനുസരിച്ചില്ല. ജബലുർ റുമാത്തിൻ്റെ എന്ന മലയുടെ മുകളിൽ നിന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ്, ഞാൻ പറയുന്നതിന് മുമ്പ്, ഞാൻ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം അവനെ അനുസരിച്ചില്ല. അവർ അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് അനുസരണക്കേടിൻ്റെ ഭവിഷ്യത്ത് മുസ്ലിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. അങ്ങനെ യുദ്ധാനന്തരം മദീനയിൽ എത്തിയ മുസ്ലിങ്ങൾ വീണ്ടും തിരിച്ചു വന്നപ്പോൾ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം നേരിടാൻ തയ്യാറാവാതെ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ യുദ്ധങ്ങൾ നിങ്ങൾ ഹുനൈനിനോടും ബദറിനോടും ഉഹദിനോടും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ ആ മലകൾ, ആ സ്ഥലങ്ങൾ, അതിൻ്റെ ചരിത്രം പറഞ്ഞു തരും എന്നാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പർവ്വത സമാനം പോലെയായിരുന്നു സഹാബത്ത് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉറച്ചു നിന്നത് എന്ന്. ഇതെല്ലാം നിങ്ങൾക്ക് ശത്രുക്കളോടും, അവരോട് പോരാടിയ ശത്രുക്കളോടും, അതുപോലെ തന്നെ ആദ്യ യുദ്ധങ്ങളായിരുന്ന ഉഹദിനോടും ബദറിനോടും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സഹാബത്തിൻ്റെ വീരഗാഥകൾ ഏറെയും ഈ 3 പോരാട്ടങ്ങളിൽ തന്നെ ഇത് ആ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ആ യുദ്ധസ്ഥലങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാണ് കവി മഹാന്മാരായിരിക്കുന്ന സഹാബത്തിനെ കുറിച്ച് പറയുന്നത്. സ്ഥലങ്ങളോട് ചോദിക്കാനാണ് കവി പറയുന്നത്. അതൊരു കാവ്യഭാഷയിലാണ് മഹാനായ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്നാണ്. അതുമല്ലെങ്കിൽ നേരിട്ട് തന്നെ ആവാം. സ്ഥലങ്ങളോട് ചോദിക്കാൻ നേരിട്ട് തന്നെ ചോദിക്കാനായിരിക്കും ചിലപ്പോൾ കവി പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാവ്യഭാഷയിൽ അങ്ങനെ പറയുന്നതും ആവാം. ഏതായിരുന്നാലും ഭൂമിയുടെ വർത്തമാനം തിരയുന്നവരുണ്ടെങ്കിൽ ഭൂമിക്ക് പറയാൻ വർത്തമാനങ്ങളുണ്ട് എന്നൊരു പ്രയോഗം പരിശുദ്ധമായ ഖുർആനിലുണ്ട്. നമുക്കറിയാം, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് ഈ യുദ്ധങ്ങളിലെല്ലാം വിജയിക്കാനുണ്ടായിരുന്ന കാരണം ഒന്ന് അള്ളാഹുവിലുള്ള തവക്കുലാണ്. രണ്ടാമത്തത് അവർക്ക് മറ്റ് ചിന്തകളൊന്നും അഥവാ ഭൗതിക ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല, ഉഖറവി ചിന്തകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് അവർ ശക്തമായിട്ട് പോരാടി. ആ സമയം അവർക്ക് വളരെ വലിയ വിജയങ്ങളും ഉണ്ടായി എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു ഈ വരികളിലൂടെ ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരികൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.